ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത് സായിയെ കുറിച്ചുള്ള പരാതിയാണ്. സായി ബിഗ് ബോസ് വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് പൊതുവേ ഉള്ളത്. പ്രേക്ഷകർ ചോദ്യം ചെയ്യുന്ന പോലെ ബിഗ് ബോസ് വീടിനുള്ളിലുള്ളവരും സായി ഇങ്ങനെ അല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ പൂജ ഓരോ ടീമിനെയും ഇന്റർവ്യൂ ചെയ്തപ്പോൾ സായിയോടും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇന്റർവ്യൂ ഇങ്ങനെയാണ്. പൂജ: സായ് സർ, പുറത്ത് ഭയങ്കര വാക്ചാതുര്യമുള്ള സാർ ഇവിടെ വന്നപ്പോൾ എന്താണ് സാറിന് ഫീൽ ചെയ്യുന്നത്? സായി: ഇവിടെ വന്നപ്പോൾ പുറത്തെ വാക്ചാതുര്യം നടക്കില്ല എന്ന് മനസ്സിലായി. പൂജ: അതെന്തുകൊണ്ടാണ്? സായി: കാറിൽ ഒറ്റക്കാണ്, ഇവിടെ ഒറ്റക്കല്ല. ഇത് സായി കൃഷ്ണയാണ്. എല്ലാവരും കൈയടിച്ചു. സായിൽ നിന്ന് ഡയറക്റ്റായി ഉത്തരം കിട്ടിയ സ്ഥിതിക്ക് അതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? പോയ ദിവസം തന്നെ ബഹളമുണ്ടാക്കി എടുത്തു ചാടേണ്ട ഒരാവശ്യമുണ്ടോ? അഭിഷേക് ശ്രീകുമാർ നോമിനേഷൻ ലിസ്റ്റിൽ ഇപ്പോൾ കിടക്കുന്നത് അതുകൊണ്ടാണ്. എല്ലാവരെയും സായി പഠിക്കുകയാണ് എന്ന് ശ്രീരേഖ ഇന്നലെ ലൈവിൽ പറഞ്ഞിരുന്നു. 24 അവേഴ്സ് നമ്മൾ ഏഷ്യാനെറ്റിൽ ബിഗ് ബോസ് കണ്ടാലും മുഴുവനായി നമ്മൾ കാണുന്നില്ല എന്നതാണ് സത്യം. ഒരുപാട് പേരുടെ കത്തി നിൽക്കുന്ന ഇമോഷന്റെ ഉള്ളിലേക്ക് ആണ് ഈ വൈൽഡ് കാർഡായിട്ട് ഇവർ പോയിട്ടുള്ളത്. അവിടെ ചിലപ്പോൾ ആരുമായി കണക്ട് ആകുന്നു എന്ന് പറയാൻ സാധിക്കില്ല. പിന്നെ വേറൊരു കാര്യം, വൈൽഡ് കാർഡിൽ പോയവർ എല്ലാവരും പുറത്തുനിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞു പോയവരാണ്. അവർക്ക് പ്രേക്ഷകരുടെ മനസ്സറിയാം. അതുപോലെ അങ്ങ് കളിച്ചാൽ മതി. എത്ര ഈസിയാണെന്ന് നോക്കൂ, അല്ലേ? എന്നാൽ അങ്ങനെ കളിക്കുന്നത് ഒരു ജെന്യൂനായ കളിയാണോ? വീട്ടിൽ ആദ്യം പോയവർക്ക് ആ അവസരം ഒട്ടില്ലതാനും. വൈൽഡ് കാർഡിന് ആ അവസരം കിട്ടിയത് അവരുടെ ഭാഗ്യവും. ഈ രണ്ടിലും പെടാതെ സായി തന്റെ തനതായ വഴിയാണ് അവിടെ സ്വീകരിച്ചത് എന്നാണ് എനിക്ക് തോന്നിയത്. അത് തന്നെ സായിയെ വ്യത്യസ്തനാക്കുന്നില്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ.